അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ ഇതാ ഇഡ്ഡലിയും അതേക്ക് നല്ലൊരു അടിപൊളി ചട്നിയാണ്, ഒരു വെറൈറ്റി ചട്നിയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ 2-3-4 കമൻറ്റ് ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എ ഫ്രഷ് എന്തിനാണ് കുടിക്കണതെന്ന്. എ ഫ്രഷ് കുടിക്കണത് എന്താ വെച്ചാൽ ഗ്യാസ് അസിഡിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം അധികം ആൾക്കും തലവേദന ഇല്ലാത്ത ആൾക്കാരില്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഉഷാറ് വേണമെന്നുണ്ടാവുമല്ലോ. അതുപോലെ ഇറച്ചി തിന്നിട്ട് നല്ല ശരീരത്തിൽ കൊഴുപ്പൊക്കെ അടങ്ങിയിരിക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഞാൻ രാവിലെ എന്നും ഇതൊരു ഗ്ലാസ് കുടിച്ചോട്ടെ. എനിക്കിത് കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമേ കിട്ടൂല. അത് നല്ല സ്ട്രോങ്ങിൽ അങ്ങോട്ട് കുടിച്ചാൽ നല്ല ചൂടോടുക്കനെ കുടിച്ചാലുണ്ട്, അതാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു കുപ്പി നമ്മളെ പെരയിലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ കമൻറ്റിൽ കണ്ടിരുന്നു നമ്മളെ പണിയൊക്കെ എപ്പോഴാണ് അടുക്കളയത്തൊക്കെ കയ്യൽ. എൻ്റെ പണി അധിക ദിവസവും 8:30-9 മണിയാകുമ്പോഴത്തേന് കഴിയും. അതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ. ഞാനൊരു 5:30-5:45 അടുക്കളയിൽ കയറിയാലും 8:30-9 മണിയാകുമ്പോഴത്തേന് എൻ്റെ എല്ലാ പണിയും കഴിയും. ഷാലു സ്കൂൾക്ക് പോകുമ്പോൾ നമുക്ക് തുടക്കാനുണ്ടാവും, കുളിച്ചാനുണ്ടാവും, ബാക്കി എല്ലാ പണിയും കഴിയും. അത് പോകുമ്പോഴത്തേന് കഴിച്ചാൽ, പക്ഷെ ഞാൻ പോയിട്ടേ ഉള്ളൂ ചെയ്യൽ. പിന്നെ അതാ ഇഡ്ഡലിക്ക് മാവ് ഉണ്ടാക്കിയ ഒരു കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മക്കളെ. ഞാൻ പുതിയ മിക്സിയാണ് കേട്ടോ, സുജാതയുടെ മിക്സിയാണ്. അപ്പം അതിൽ അരി അരച്ചപ്പോൾ ഇങ്ങോട്ട് നൈസായിട്ട് ഇങ്ങോട്ട് അരഞ്ഞു. നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരക്കുമ്പോൾ തരി വേണമല്ലോ, അപ്പം തരി ഇല്ല. അപ്പം ഞാൻ എന്താട്ടി, എന്ത് വന്നാലും വേണ്ടില്ല ആ മാവുക്ക് 2 കയ്യിൽ അജിമിയുടെ പുട്ടുപൊടി അങ്ങോട്ട് ഇട്ടിട്ട് കൈ വെച്ചുകൊണ്ട് നല്ലോ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് വെച്ചു. നേരം വെളുത്ത് നീച്ച് വരുമ്പോൾ തന്നെ നിസ്കരിച്ചിനതിൻ്റെ ഒക്കെ മുന്നേ തന്നെ ഞാൻ ഈ പാത്രം ഒന്ന് തുറന്നു നോക്കിട്ടോ, മാവ് പൊന്തി വന്നിക്കണോ എന്തായിക്കണോ. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ മാവൊക്കെ നല്ലോണം പൊന്തി വന്നിക്കണു. അപ്പം എനിക്ക് സമാധാനമായി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു പാത്രം ഇഡ്ഡലി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ മാത്രം തിന്നേണ്ടി വരും. പറ്റിയ മക്കൾ അങ്ങനെ തിന്നും, പറ്റാത്തൊരു മുതലായിൽ അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഉച്ചക്കും അത് തിന്നേണ്ടി വരും, 10 മണിക്കും അത് തിന്നേണ്ടി വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഇഡ്ഡലിയാണ് ചുടുന്നത്. അതിലിടക്ക് ഞാൻ എന്ത് ചെയ്തു, മുറ്റൊക്കെ അടിച്ച് വന്നിങ്ങാണ്ട് ചോറിനാറ്റി തീമിട്ടിട്ടുണ്ട്. പിന്നെ ഒരടുപ്പത്ത് ഇഡ്ഡലി ആദ്യം അങ്ങോട്ട് ചുടട്ടെ, അതിക്ക് ചട്നി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അധിക ദിവസങ്ങളും ആദ്യം ഞാൻ ഇപ്പേരി വെക്കും, ചോറ്റിക്കുള്ള കറിയൊക്കെ വെക്കലാണ്. ഇന്ന് പെരിക്ക് കാബേജ് അരിയലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇത് അടുപ്പത്ത് വെച്ചുങ്ങാണ്ട് കാബേജ് അരി ഇരിക്കാലോ വെച്ചിട്ടാണ്. പിന്നെ ഇഡ്ഡലി ചിലവരൊക്കെ പറയും എത്ര ചുട്ടാലും ശരിയാവൂലെന്ന്. ഇഡ്ഡലി ശരിയാവാത്ത എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലും ഇങ്ങോട്ട് ചുട്ടെടുത്തിട്ട് ചിലവർ ഇത് വിസിലടിച്ചാലും ഇതിൽ തന്നെ വെച്ചുങ്ങാണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ഇഡ്ഡലി നല്ല ബലം ആയിങ്ങാണ്ട് വരും കേട്ടോ. ഈ ആവി ഇതിലിങ്ങനെ കടക്കുക, ചുടുവെള്ളത്തിൽ കടക്കല്ലേ. അപ്പം എന്നും ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞേക്ക് ഞാൻ എന്ത് ചെയ്യും, ആ ഇഡ്ഡലി തട്ടൊക്കെ അതിൽ നിന്ന് എടുത്തുങ്ങാണ്ട് വെവ്വേറാക്കി വെക്കലാണ്. ഞങ്ങൾക്ക് പിന്നെ ഒറ്റ ട്രിപ്പിൽ ചുട്ടാൽ തന്നെ ഞങ്ങൾക്കുള്ള ഇഡ്ഡലി ആവട്ടോ. അങ്ങനെ അത് മാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലിക്കുള്ള ചട്നി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാ ലേശം നിലക്കടല ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ എണ്ണയിൽ ഇങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇന്ന് നിലക്കടല പച്ച കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. തോനെടുക്കും വേണ്ട, വല്ലാതെ മുരിപ്പിച്ചാനും പറ്റൂല. അതിൻ്റെ ശേഷം ഞാൻ 2 വെല്ലുള്ളി എടുത്തിരുന്നു, അതും പാടെ എണ്ണയിൽ വല്ലാതെ ഇങ്ങോട്ട് വാട്ടിയതാണ്ട് ചെറുതായിട്ടൊന്ന് ആ പച്ചച്ചോയ പോവോളം വാട്ടുക. അതിക്ക് എരിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളകാട്ടോ കൂട്ടുന്നത്. എരി പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഞാൻ വല്ലാതെ എരി ചേർക്കണില്ല. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഇഡ്ഡലിയും ചട്നിയൊക്കെ. അപ്പം ഞാൻ അതങ്ങനെ മാങ്ങി വെച്ചതിൻ്റെ ശേഷം ഞാൻ കേബേജ് ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ. അപ്പം ശാലൂനും മോനൂനും കേബേജിൽ തേങ്ങ ഇടണം. അപ്പോൾ ഒരു ലേശം തേങ്ങ ഉണ്ട്. ഞാൻ ചട്ടിനിയും ഇതും പാടെ ഉണ്ടാക്കലൊന്നും നടക്കൂല, നമ്മളോടെ തെങ്ങൊന്നുമില്ലല്ലോ. തെങ്ങില്ലോലോടെ പിന്നെ 1-2 തേങ്ങ അവിടെ ഉണ്ടാവും. അത് തേങ്ങക്ക് പഞ്ചൊന്നും ഉണ്ടാവലില്ല. ഞാൻ പറയാൻ മറന്നതാണ് തേങ്ങ കൊണ്ടാൻ. അതിൻ്റെ ശേഷം അത് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങയുടെ പകരം നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ടുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഇങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ചട്ടിനി ഉണ്ടാക്കാനുള്ള ഒരുക്കാണ്. ഇപ്പം കറൻ്റൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ലേശം പുളിങ്ങ തോനെടുക്കരുത്, ഒരു 3 കുരു പുളിങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പൊടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വറുത്ത് വെച്ച കടല തോലൊന്നും കളഞ്ഞിട്ടില്ല, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു, വെള്ളം പാർന്നു. ഇനി ഇത് നല്ല നൈസായിട്ടൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കുക. നല്ല രസമാണ് കേട്ടോ ഈ ചട്നി. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടു. അങ്ങനെ അത് അരക്കാൻ നിന്നപ്പത്തിന് കറണ്ട് രണ്ടാമതും പോയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഞാനിത് ഇഡ്ഡലിയൊക്കെ നല്ല വേറിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, നമ്മൾ അജ്മിയുടെ
പുട്ടുപൊടി ഇട്ട് കൊടുത്തപ്പോഴും നമ്മൾ ഇഡ്ഡലി നല്ല ശരിയായിട്ടുണ്ട്. അതിലിടക്ക് ഞാൻ ഈ ചട്നിക്കെല്ലതൊക്കെ അരച്ചിവിടെ കൊടുന്നിരുന്നു കേട്ടോ. അത് ഈ പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് കടുക് പൊട്ടിച്ചത് ഇനി ഒന്നും കാട്ടാനില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തു, 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ല പൊട്ടിയതിൻ്റെ ശേഷം 1/2 സ്പൂൺ ഉഴുന്ന് പരിപ്പിടുക, തോനിടരുത്. അത് നല്ല ചോന്ന കളറായി വരുമ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തു, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ട ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക കേട്ടോ. നല്ല രസമുള്ള ചട്നിയാണ്. ഒരിക്കലും കടു പൊട്ടിച്ചിട്ട് നമ്മൾ ചട്ടിക്ക് ഇതങ്ങോട്ട് പാർന്ന് കൊടുക്കരുത് കേട്ടോ. പിന്നെ നിലക്കടലക്ക് പകരം പൊട്ടടലി ഇട്ട് കൊടുക്കുക, തോനിടരുത്. ഇതിൽ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ലേസം പുളി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. അപ്പത്തിന് നമ്മളെ തള്ളപ്പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും പെറ്റടക്കല്ലേ, അപ്പം അതിന് തിന്നാൻ കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ പറയട്ടോ, അറിയാതെ നമ്മളവിടേക്ക് പൂച്ച വന്ന് കയറിയ ബർക്കത്താണ് എന്നൊക്കെ പറയണേക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിന് വേണ്ടിക്കാണ് ഇതിനെ ഔത്തുക്കാക്കുക എന്നൊന്നും കരുതണ്ട. ഞാൻ എനിക്ക് അതിനെ വലിച്ച് പുറത്ത് ആക്കാൻ വെച്ച എനിക്ക് തന്നെ ചിലപ്പോൾ ഇത് ശല്യമായി മാറും ചെയ്യൂട്ടോ. എന്നാലും വേണ്ടില്ല, അതിൻ്റെ വലുതായി കണ്ണൊക്കെ കീറിയ പോലെ അങ്ങോട്ട് പെയ്ക്കോളും. അപ്പത്തിന് നമ്മളെ ചോറ് ഇവിടെ വേവാനായിട്ടുണ്ട്. അപ്പം ഞാൻ ചോറ്റിൽ 2 മുട്ട ഇട്ടിരുന്നു കേട്ടോ. ഇന്ന് ചോറ്റിക്ക് കൂട്ടാനൊക്കെ കമ്മിയാണ്, കറിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഇന്നലത്തെ ലേസം മീൻകറി ഉണ്ട്. പിന്നെ ചിരങ്ങ താളിച്ചാനാണ്. ബാബുവിന് ചിരങ്ങയും മുരിങ്ങൊന്നും പറ്റൂല കറി വെച്ചാൽ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണേനും. അപ്പം ഞാൻ 2 മുട്ട പീങ്ങി വെച്ചാൽ ഉച്ചക്ക് അതങ്ങോട്ട് കൊടുക്കുക. അതിലിടക്ക് ചിരങ്ങ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിക്ക് 2 പച്ചമുളകും കീറിയിട്ടുങ്ങാണ്ട് ഒന്നങ്ങോട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. കുക്കറിലാണ് കേട്ടോ വെക്കണത്. കുക്കറിൽ വെച്ചാൽ എളുപ്പം അങ്ങോട്ട് വെന്ത് കിട്ടും ചെയ്യും. കടുകടേനെ കടക്കൂല. നമ്മൾ ഈ ചിരങ്ങ അങ്ങനെ മുറിച്ചുമ്പോൾ അതിന്മേൽ കുത്തുണ്ടായിരുന്നു. ഈ കുത്തുള്ള സാധനങ്ങൾ വെന്ത് കിട്ടാൻ വല്ലാത്തൊരിടങ്ങറാണ്. അപ്പോൾ കുക്കറിലാവുമ്പോൾ അങ്ങനത്തെ ഇടങ്ങറൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കേബേജ് വെന്ത് മാങ്ങി വെച്ചിട്ടുണ്ട്. അതിലിടക്ക് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറൊന്ന് വാർക്കണം. എല്ലാതും ഒപ്പം ചെയ്യാണ് ഇൻഷാ അള്ളാ. ഇതൊക്കെ ഞാൻ ടൈം കാണിച്ചു തരണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട്. കാരണം പണി കഴിയണ സമയം നിങ്ങൾക്ക് അറിയണ്ടേ. പിന്നെ ഒരുപാട് ആൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉപകാരമുണ്ട്. എന്താ വെച്ചാൽ അറിയണോലെ തന്നെ പറയട്ടോ, വീഡിയോ അവിടെ ഓണാക്കി വെച്ചിട്ട് ഇതെങ്ങനെയൊക്കെ പണി എടുക്കണമെന്നൊക്കെ നോക്കും. ഇപ്പം എൻ്റെ പണിയൊക്കെ നേരത്തെ കഴിയും. അല്ലെങ്കിൽ 3 മണി ആയാലും പണിയൊന്നും കഴിയൂല. ളുഹറ് തെറ്റിനേലടക്ക് കുളിച്ച് കയറും എന്നൊക്കെ പറയണേക്കാം. എനിക്ക് എല്ലാത്തിനും നേരം കിട്ടലുണ്ട് കേട്ടോ. ഖുർആൻ ഓതാനും നേരം കിട്ടും. നമുക്ക് ഫോൺ വിളിച്ചാനും ഫോണുമ്മ കളിച്ചാനൊക്കെ നേരം കിട്ടും. എനിക്ക് ഷാലും മോനും അങ്ങോട്ട് സ്കൂൾക്ക് പോയാൽ എത്രങ്ങാനും നേരം വെറുതെ ഇരിക്കുക. അങ്ങനെ അതിലിടക്ക് ഞാൻ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിലിടക്ക് നമ്മളെ ചിരങ്ങ വന്നിട്ടുണ്ട്. ചിരങ്ങയിൽ ലേശം കഞ്ഞിവെള്ളം അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഞ്ഞിവെള്ളം മുരിങ്ങൻ്റെയിലും ചിരങ്ങയിലൊക്കെ ചേർത്താലാണ് അതൊരു രസം അങ്ങോട്ട് കിട്ടുള്ളൂ. മലപ്പുറത്തേർക്ക് ആകെല്ലതാണ് മുരിങ്ങൻ്റെയിലും ചിരങ്ങയൊക്കെ. അങ്ങനെ അതൊന്ന് തൂമിച്ചാണ്ട് ലേശം ചെറുള്ളിയും 2 വെളുത്തുള്ളിയൊക്കെയാണ് കുത്തിയിട്ടങ്ങാണ്ട് തൂമിച്ചും ചെയ്തു. പിന്നെ ഇതൊന്നും തോനെ വെച്ചിട്ടില്ല കേട്ടോ, ലേശം വെച്ചിട്ടുള്ളൂ. നാളേക്കൊക്കെ ഒന്നും പറ്റൂലല്ലോ. അങ്ങനെ ലേശം മീൻചാറുണ്ടായിരുന്നു, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് ചൂടാക്കട്ടെ. കാരണം വീട്ടിലേക്ക് ചിലപ്പം മീൻ ചോദിച്ചും ഷാലും മോനും. പിന്നെ എനിക്കും ഇഷ്ടമാണ്. അതിലിടക്ക് നമ്മൾ അടുപ്പത്ത് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ കാപ്പി നല്ല രസമുണ്ടോ. ഞാൻ എൻ്റെ പെരേന്ന് വന്നപ്പോൾ കൊടുന്നതാണ്. എന്തുണ്ടെങ്കിലും പെരേന്ന് നാത്തൂമാരായാലും ഉമ്മ ആയാലും ഒക്കെ കെട്ടിപ്പാത്തിച്ച് എനിക്ക് തരും കേട്ടോ. അത് ഗൾഫിൽ നിന്ന് കൊടുന്ന പൊടി അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. എനിക്കെന്താ പാക്കറ്റ് പാല് കുടിച്ചാനും വല്ലാത്തൊരു പേടി. മക്കൾക്ക് നമ്മൾ നല്ലപോലെ കൊടുക്കട്ടോ. ഓരോന്നും ഇങ്ങനെ മെസ്സേജും വാട്സപ്പിലും ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടി. അപ്പോൾ കിട്ടിയെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടാന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ആയാലും മോന് പോയി കൊടുന്നപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാപ്പിപ്പൊടി എന്തോ ഒരു മണാണ് വെച്ചിട്ടാ. ഭയങ്കര വിലയെത്തട്ടോ. വാങ്ങിയാലൊന്നും മുതലാവില്ല എന്ന് ബാബു ആദ്യം തന്നെ പറഞ്ഞു. ഇതൊന്നും ഞാൻ വാങ്ങൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലിടക്ക് ഷാലുവിന് ചോറ്റിക്കില്ല കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് മുട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുൾസൈ വാണത്തര അതിൻ്റെ കുഞ്ഞം പൊട്ടി അതിനിങ്ങനെ ഇവിടെ കടന്ന് കിടകിടേനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിഭവങ്ങളൊക്കെ വീതനമ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഷാലുവിന് ചോറാക്കട്ടെ. ഷാലുവിന് ചോറുംപാടുണ്ടാക്കി വെച്ചാൽ ഇനി ഇതിമ്മക്ക് തിരിയണ്ടല്ലോ. ചായ കുടിച്ചാലും ഓൾക്ക് കുറേ കഥകൾ പറയാനുണ്ടാവും. അപ്പം ചോറ്റക്ക് കൂട്ടാനും ചിരങ്ങ കറി ആക്കിയിട്ടുണ്ട്, അച്ചാറാക്കിയിട്ടുണ്ട്, കേബേജ് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ പുൾസയും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയണ്ടേ, മക്കൾ വല്ലാതെ പറഞ്ഞാലും നമുക്ക് വല്ലാത്തൊരിടങ്ങറ. അപ്പം ഞാൻ ഈ പാത്രത്തിൻ്റെ മേലെ ഇതിങ്ങോട്ട് ആക്കണുണ്ട്. പുൾസയൊക്കെ ദഹിക്കണു. ഈ ഉച്ചക്കൊക്കെ ഇതെങ്ങനെ തിന്നാൻ എനിക്കറിയില്ല കേട്ടോ. ചോറ് ലേസം മതി, കൂട്ടാൻ തോനെ വേണം. തിന്നേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൊലായ്മ വന്നിരിക്കുകയാണ് ചായയൊക്കെ കുടിച്ചാൻ. അപ്പം
ഇന്ന് ചായയോടി കഴിഞ്ഞപ്പത്തിന് ഇതൊരു കപ്പ് അങ്ങോട്ട് പൊട്ടി നമ്മളെ ചട്ടിയുടെ പാത്രം നടു അങ്ങോട്ട് പൊട്ടി പോയിട്ടോ. ബാബുവിന് ലേശം ചട്ടിനി എടുത്തേക്കണം എന്ന് കരുതിയതാണ്. അപ്പം ഞാൻ അത് മറന്നു. അപ്പം ഇനി ഇതിലുണ്ടാവുമല്ലോ കരുതി കൊടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര കണ്ടുള്ളൂ മക്കളെ. ഷാലുവിന് ഇന്ന് കഥയൊന്നും പറയാണ്ടായിട്ടില്ല, ഇരുന്ന് കരച്ചിലായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ. അസ്സലാമു അലൈക്കും.